Hi guys, welcome back to my channel. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് വീഡിയോക്ക് കിടക്കുന്നതിന് മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. അല്ല രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമൊക്കെയാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഓൾറെഡി കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. കാര്യം നമ്മുടെ വ്യൂവേഴ്സിൽ പകുതി പേരും ചാനൽ സബ്സ്ക്രൈബ് ആക്കാണ്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സബ്സ്ക്രൈബ് ആക്കുക. കാരണം നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സിനോട് ക്ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും 5K സബ്സ്ക്രൈബേഴ്സ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഗിവ് അവേ ഉണ്ടാവും. 5K ആണ് കേട്ടോ, 1000 അല്ല, 5000 ആയാലാണ്. അപ്പോൾ എന്തായാലും സപ്പോർട്ടാക്കാം. ദെൻ ഈ വീഡിയോ ലൈക്ക് ഒരു കൂളായിട്ട് ഒരു 2x ഇട്ട് കാണാൻ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ആണ്. കാരണം ലിപ്സ്റ്റിക്ക് സ്വാച്ച് ചെയ്ത് നിങ്ങൾക്ക് അതിൻ്റെ ഷെയ്ഡൊക്കെ എങ്ങനെയാണ് എന്നുള്ളത് കാണിച്ചു തരുന്ന ഒരു വീഡിയോ ആണ്. റീസെൻ്റ്ലി ഞാൻ ഫ്ലിപ്കാർട്ടിൽ സെയിൽ ഉണ്ടായിരുന്ന സമയത്ത് മേടിച്ചിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കിൻ്റെ സെറ്റാണ് നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ ഞാൻ റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ലിപ്സ്റ്റിക്ക് വന്നിട്ട് ഞാൻ ഇത് കാണിച്ചു തരാം കേട്ടോ. ജസ്റ്റ് ഹെർബ്സിൻ്റെ ഹെർബ് എൻറിച്ച്ഡ് ആയുർവേദിക് ലിപ്സ്റ്റിക്ക് മൈക്രോ മിനി സെറ്റാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. 16 ഷെയ്ഡ്സാണ്, 1 2 ഒന്നല്ല, 16 ഷെയ്ഡ്സാണ് ഇതിൽ വരുന്നത്. ജസ്റ്റ് 200 ബിലോ സെയിലുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 165 175 നമുക്ക് കിട്ടും. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വരുന്നത് 575 ആണ്. അത് ഞാനിവിടെ കൊടുക്കാം കേട്ടോ. 16 ഷെയ്ഡ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 റെഡ്, 4 പിങ്ക്, 4 ന്യൂഡ്, 4 ബ്രൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ മോസ്റ്റ് ഓഫ് ദം ആർ ന്യൂഡ്, ഒരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡ്സിക്ക് വരുന്നതാണ്. ചിലതൊക്കെ എൻ്റേതിപ്പോൾ ഒരു വീറ്റിഷ് ബ്രൗൺ സ്കിൻ ടോണാണ്. ഒരു നമ്മൾ പറയില്ല ഗോതമ്പ് നിറം, മാനിറം, ഇരുനിറം എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു സ്കിൻ ടോണാണ് എൻ്റേത്. എനിക്ക് ചിലതൊക്കെ വാഷ് ഔട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഡീപ്പർ ടു ഡാർക്കർ സ്കിൻ ടോൺക്കാർക്ക് എനിക്ക് ന്യൂഡായിട്ട് നിൽക്കുന്ന ഷെയ്ഡ്സ് വാഷ് ഔട്ട് ചെയ്യാൻ വേണ്ടി ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ പ്രൊഡക്റ്റ് മേടിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു ന്യൂട്രൽ ഒപ്പീനിയനാണ് പറയുക. കാരണം നമുക്ക് ഒരു 200 ബിലോ റേഞ്ചിൽ ഒരൊറ്റ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ തന്നെ അതിലും കൂടുതൽ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് 16 ഷെയ്ഡ്സ് കിട്ടാണ്. വാഷ് ഔട്ട് ചെയ്യുന്ന ഷെയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ട് യൂണിക് ഷെയ്ഡ്സ് നമുക്കായിട്ട് ഉണ്ടാക്കാം. പിന്നെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സ് ആണ്. ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൻ്റെ ജസ്റ്റ് ഹെർബ്സിൻ്റെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്സിൻ്റെ മൈക്രോ മിനി സെറ്റാണ് കേട്ടോ. ഓരോ ലിപ്സ്റ്റിക്കും 0.4 ഗ്രാമാണുള്ളത്. തികച്ച് ഒരു 1/2 ഗ്രാം പോലുമില്ല. 1/2 ഗ്രാം എന്ന് പറയുന്നത് 0.5 ആണ്. അതുപോലുമില്ല, 0.4 ഗ്രാമാണ് ഓരോ ലിപ്സ്റ്റിക്കും വരുന്നത്. ഇപ്പോൾ ഈ ഒരു ഷെയ്ഡ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ട് ട്രൈ ചെയ്തിട്ടുള്ള ഒരു ഷെയ്ഡാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും സ്വാച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ അടുത്ത ക്ലിപ്പിങ്ങിൽ കാണിക്കുക. അതിൽ ഞാൻ വോയിസ് ഓവർ ആയിരിക്കും കേട്ടോ കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ്സ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 16 ഷെയ്ഡ്സ് 200 രൂപക്ക് കിട്ടും. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൊടുത്തിട്ടുള്ളത് ഹൈലി പിഗ്മെൻറ്റഡ് ആണ്. കാര്യം ഇത് ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ട് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടച്ചിട്ടുള്ള ടിഷ്യൂസാണ് കേട്ടോ. പിഗ്മെൻറ്റഡ് ആണെന്നുള്ളത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇവർ പറയുന്നത് ലോങ് ലാസ്റ്റിംഗ് ആണെന്നുള്ളതാണ്. നമുക്കറിയാം ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് ആകുമ്പോൾ ട്രാൻസ്ഫർ പ്രൂഫോ കിസ് പ്രൂഫോ അങ്ങനെ അത്യാദി പ്രൂഫുകളൊന്നും ഇല്ലാത്ത ടൈപ്പ് ഓഫ് ലിപ്സ്റ്റിക്കാണ് ഈ ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത്. നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് മേടിച്ചിട്ട് നമ്മൾ ട്രൈ ആക്കുമ്പോൾ ഉള്ളൊരു ലോങ് ലാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു 2 hour ഒക്കെ ആണ്. ഇതും അത്ര നേരമൊക്കെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാണ്ടൊക്കെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ 3 hour ഒക്കെ ഇരിക്കും. പിന്നെ എത്ര കഴിഞ്ഞാലും നമ്മൾ ചുണ്ട് ചൊറിയേ അല്ലെങ്കിൽ നമ്മൾ നാവ് വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാത്ത ആളാണ്. ഫുഡ് കഴിക്കുമ്പോൾ തന്നെ എൻ്റെ ചുണ്ടിൽ മുട്ടാണ്ടാണ് ഞാൻ കഴിക്കുക. അത് കാരണം ഞാൻ ഫുഡ് കഴിക്കണ ഒരു വീഡിയോ കൂടി ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ. എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ ഇതിട്ട് നോക്കിയിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, ഉള്ളിൽ നിന്നൊക്കെ പോകണുള്ളൂ, പുറത്തൊക്കെ അതുപോലെ തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കഴിക്കുന്ന രീതിക്ക് അനുസരിച്ചിരിക്കുമല്ലോ, നമ്മൾ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് ഇരിക്കും. ഒരുപാട് ഓയിലി ഫുഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ അതാണ് ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നോർമൽ ഒരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് മേടിക്കണതിനെക്കാട്ടിലും നല്ലത് തന്നെയാണ്. പിന്നെ ഇവർ പറയുന്നത് ആയുർവേദിക് ഫോർമുല എന്നാണ്. അതൊക്കെ ശരി തന്നെയാണ്. ഒരു നെഗറ്റീവായിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കുഞ്ഞതാണ്. ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാൻ അത്യാവശ്യം ഓൾറെഡി ഞാനൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അത് പിന്നെ ഞാൻ ഫുട്ടേജൊക്കെ ഡിലീറ്റ് ചെയ്തതാണ്. ഭയങ്കര കുഞ്ഞതാണ്. കണ്ടോ, ഇത്ര ഉള്ളൂ. നമ്മുടെ വിരലിൻ്റെ എൻ്റെ ഒരു പകുതി വിരലേ ഉള്ളൂ. പിങ്കി ഫിംഗർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഉള്ളൂ കേട്ടോ. അത്രയും കുഞ്ഞതാണ്.
അത് ഈ ലിപ്സ്റ്റിക്കിൻ്റെ വലിപ്പമാണ്. ഇതിൽ പ്രൊഡക്റ്റ് എത്ര ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൃഷ്ണമണീൻ്റെ അത്രയ്ക്കേ ഉള്ളൂ. അപ്പോൾ ഷെയ്ഡ് കണ്ടോ, ഷെയ്ഡ് വരുന്നത്. ഇത് യൂസ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര കുഞ്ഞേതായ കാരണം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര കെയർ ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഈസിലി നമ്മൾ കുറച്ചധികം ഇതിപ്പോൾ പൊട്ടണില്ലല്ലോ, എൻ്റെ അടുത്ത് ഓൾറെഡി പൊട്ടിയതുണ്ട്, അത് കാണിച്ചു തരാം. കുറച്ച് ചുണ്ടിൽ ഇടുമ്പോൾ ഫോഴ്സ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ കണ്ടോ പൊട്ടിപ്പോവാനുള്ള ചാൻസ് ഉണ്ട്. ഇത്ര പ്രൊഡക്റ്റേ ഉള്ളൂ കേട്ടോ ഇത്. ഇതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല രസമുണ്ട്. കാരണം ഇത്ര കുറച്ച് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് അവർ ഈ ഒരു പാക്കേജിങ്ങും ടോപ്പും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് അവർ ഷെയ്ഡും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഷെയ്ഡും കാര്യങ്ങളൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നല്ലൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ അതാ 575 ആണ് ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് കിടക്കുന്നത്. പക്ഷേ ഇവരുടെ ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും ഇതേപോലെ മിനി പ്രൊഡക്ട്സ് ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണല്ലോ ഇത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കും ഇതുപോലെ മിനി പ്രൊഡക്ട്സ് ആയിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ മേടിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആക്ച്വൽ പ്രോഡക്റ്റ് മേടിക്കാവുന്നതാണ്. പക്ഷേ ഈ ഒരു 16 ഷെയ്ഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം കാലം നമുക്ക് യൂസ് ചെയ്യാനുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്ന ലിപ്സ്റ്റിക്ക് തുടച്ച് കളഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് ഷെയ്ഡ് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് 05 ആണ്. തൻവി എന്നാണ് ഷെയ്ഡിൻ്റെ പേര്. ഇവർ ഇട്ടിരിക്കുന്ന ഓരോ ഷെയ്ഡിനും പേരുകൾ നല്ല അടിപൊളി പേരുകളാണ് കേട്ടോ. പെൺകുട്ടികളുടെ പേരുകളാണ് മോസ്റ്റ് ഓഫ് ദി പേരുകളും വരുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് 06 സെറിൻ ആണ്. ഇതൊന്നും എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ബേൺഡ് റെഡാണ് ഈ ഒരു ഷെയ്ഡ് വന്നിട്ട്. റെഡ്സും അതുപോലെ ന്യൂഡ്സ്, പിങ്ക്സൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ചില ഷെയ്ഡ്സ് എനിക്ക് വാഷ് ഔട്ട് ചെയ്യണ പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് രസമുള്ള പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ഡോളിന്നാണ്, 07 ആണ്. അതത്ര എനിക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാണുമ്പോൾ നിങ്ങളെ എക്സ്പ്രഷൻ എനിക്ക് കാണുമ്പോൾ എനിക്ക് എൻ്റെ എക്സ്പ്രഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഗന്ന വന്നിട്ട് ഇട്ടപ്പോൾ നല്ല ഇടിവെട്ടൊരു പിങ്ക് ഷെയ്ഡായിരുന്നു കേട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഓരോ ഷെയ്ഡിൻ്റെ നമ്പറും അതുപോലെ പേരും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ മെൻഷൻ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അത് വേണമെങ്കിൽ എനിക്ക് നോക്കിയിട്ട് ചെയ്യാമെന്നാണ് കേട്ടോ. ക്രിസ്റ്റൽ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. പീച്ചി പിങ്ക് എന്നൊക്കെയാണ് ഷെയ്ഡിൻ്റെ കളർ കൊടുത്തിട്ടുള്ളത്. പക്ഷേ എനിക്കൊരു ഡസ്റ്റ് പിങ്ക് പോലെയൊക്കെ ആട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു എന്താ പറയുക, ഉദിച്ച് നിൽക്കുന്ന ഒരു റെഡായിരുന്നു. നമ്മൾ ഡാൻസിനൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഉദിച്ച് നിൽക്കാൻ വേണ്ടി ചെയ്യില്ല, അങ്ങനത്തെ ഒരു റെഡായിരുന്നു. ഇത് കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ, എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ടിൽറ്റു എന്നാണ് ഷെയ്ഡിൻ്റെ പേരും നല്ലൊരു ക്യൂട്ടാണ്. അതുപോലെ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഷെയ്ഡും ആയിരുന്നു കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ വേണ്ടി പോകുന്നത് ന്യൂഡ്സാണ്. ഓരോന്നും റെഡ് 4 എണ്ണം, പിങ്ക് 4 എണ്ണം, ന്യൂഡ്സ് 4 എണ്ണം, അതുപോലെ തന്നെ ബ്രൗൺസും 4 എണ്ണമാണ് വരുന്നത്. നെക്സ്റ്റ് വന്നിട്ട് നീപ്പ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര് വന്നിട്ട്. പേര് പോലെ തന്നെ ഭയങ്കര ഒരു ജാതി ഷെയ്ഡായിരുന്നു. പക്ഷെ നല്ല പിഗ്മെൻറ്റഡ് ആയിരുന്നു കേട്ടോ ആ ഒരു ഷെയ്ഡ് വന്നിട്ട്. നെക്സ്റ്റ് സ്വാഗത സട്ടിലായിട്ടുള്ളൊരു ഷെയ്ഡായിരുന്നു അത്. നല്ലൊരു എന്താ പറയുക, എനിക്ക് അപ്പോൾ ഇട്ടപ്പോൾ എന്തൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് വേറെ എന്തൊക്കെ ഒരു ഫീലാട്ടോ വരുന്നത്. ഇതൊക്കെ ഞാൻ ചുണ്ടിലിട്ടല്ലോ എന്ന് ആലോചിച്ചിട്ട്. പക്ഷെ നമുക്ക് മിക്സ് ചെയ്തിട്ട് നല്ല ഷെയ്ഡാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ലൊരു ഫോർമുലൊക്കെ ആട്ടോ ഈ ഒരു ലിപ്സ്റ്റിക്കിനുള്ളത്. തീരെ ഡ്രൈ ആക്കാത്തൊക്കെ ഒരു ഫോർമുല ആണ്. ഇത് വന്നിട്ട് ശിവാംഗി എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. എനിക്ക് അത്ര കണ്ട് ഇഷ്ടമായിട്ടില്ല, എന്നാലും കുഴപ്പമില്ല. ന്യൂഡൊക്കെ നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വന്നിട്ട് ജെനീറ്റ എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. ഇതും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ന്യൂഡ്സ് ഞാൻ അധികം അങ്ങനെ ഇടാത്തതാണ്, പക്ഷേ ഇതിലെ ചില ന്യൂഡ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അയ്യോ, ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മെൻഷൻ ആക്കാം കേട്ടോ. എനിക്ക് വേറൊരു ആളിനെയാണ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഇത് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ, അക്ഷി മീഡിയം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്രയുള്ളൂ ഗൈസ്. ഓരോ ഷെയ്ഡിൻ്റെ പേരും നമ്പറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ മെൻഷൻ ചെയ്തിട്ട് ഞാനിതിൻ്റെ സ്വാച്ച് ചെയ്യണ വീഡിയോസ് ഞാനിതിന് വോയിസ് ഓവർ കൊടുത്തിട്ടായിരിക്കും കേട്ടോ ഇടുന്നുണ്ടാവുക. അപ്പോൾ അത്രയാണ് ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ഇപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞെന്നാണ് വിചാരിക്കണേ. പിഗ്മെൻറ്റേഷൻ ഉണ്ട്, ലോങ് ലാസ്റ്റിംഗ് ആണ്, അതുപോലെ നല്ല നറിഷിങ് ഒരു ഫോർമുല ആണ് കേട്ടോ. നമ്മൾ ലിപ്സിനെ ഭയങ്കര ഡ്രൈ ആക്കാത്ത. ഞാൻ അപ്പോൾ 16 ഷെയ്ഡ്സ് ട്രൈ ചെയ്ത്, എന്നിട്ടും എൻ്റെ ചുണ്ടിന് വലിയ സീനും കാര്യങ്ങളൊന്നും ഇല്ല. ഒറ്റയടിക്ക് തന്നെയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്.
അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പ്രൊഡക്റ്റാണ്. പക്ഷേ ഇതൊരു ചെറുതാണെന്നുള്ള ഒരു സംഭവം മാത്രം. അതൊന്ന് കെയർ ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രം. പിന്നെ ലിപ്സ്റ്റിക് ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം ഞാനൊക്കെ എനിക്ക് കുറേ ഷെയ്ഡ്സ് എൻ്റെ കയ്യിലുള്ളത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്തിട്ട് നമ്മുടേതായിട്ടുള്ള രീതിയിലുള്ള ഷെയ്ഡ്സ് ഉണ്ടാക്കാൻ പറ്റും. അതിനൊക്കെ വേണ്ടിയിട്ട് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. ആൻഡ് എനിക്കിഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ടിൽ മാത്രമല്ല കേട്ടോ, ആമസോണിലും എല്ലാത്തിലും അവൈലബിൾ ആണ്. മീഷോയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കേണ്ടി വരും. മീഷോയിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മീഷോയിലുള്ളതൊക്കെ ലോക്കൽ പ്രൊഡക്ട്സ് ആയിരിക്കും. ഇത് ജസ്റ്റ് ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ആണ്. നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. എന്തായാലും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ആക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്ന വരെ ടാറ്റാ.